പരിശീലന മുറി. പതിഞ്ഞ കാൽവെപ്പുകളോടെ ടോട്ടോച്ചാൻ നടന്നു. ഇടയ്ക്കിടെ മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് പിന്നാലെ റോക്കിയും. അവൾ ഇങ്ങനെ സഞ്ചരിക്കുക സാധാരണമല്ല. തനിക്കാവുന്നത്ര വേഗത്തിൽ ഓടുക, കളഞ്ഞുപോയ എന്തെങ്കിലും തിരഞ്ഞ് അങ്ങുമിങ്ങും അലയുക, അന്യരുടെ കൃഷിയിടങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും വേലിപ്പത്തലുകൾ ഒന്നൊന്നായി ചാടിക്കടന്നോടുക, ഇതൊക്കെയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അവരിരുവരും പോകുന്നത് അച്ഛൻ്റെ പരിശീലനശാലയിലേക്കാണ്, ജനാലയ്ക്കരികിൽ നിന്ന് ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ. അച്ഛനും കൂട്ടരും സംഗീത പരിശീലനം നടത്തുന്ന ആ ഹാളിലെത്താൻ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടക്കണം. വയലിനിസ്റ്റായ അച്ഛനാണ് കൺസേർട്ട് മാസ്റ്റർ, അതായത് പ്രധാന വാദ്യക്കാരൻ. ടോട്ടോച്ചാൻ ഒരിക്കൽ അച്ഛനോടൊപ്പം സംഗീത പരിപാടിക്ക് പോയിട്ടുണ്ട്. അന്ന് കച്ചേരിയുടെ അന്ത്യരംഗം അവളെ അത്ഭുതപ്പെടുത്തി. കയ്യടി ഒടുങ്ങിയതും ശരീരമാസകലം വിയർപ്പോടെ കണ്ടക്ടർ കാഴ്ചക്കാരെ വന്ദിച്ചു. ശേഷം തൻ്റെ പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങി അച്ഛൻ്റെ അടുക്കിലേക്ക് വന്നു. അച്ഛനായിരുന്നു വയലിൻ വായിച്ചിരുന്നത്. അദ്ദേഹം അച്ഛൻ്റെ കൈ പിടിച്ചു കുലുക്കി. അച്ഛൻ എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും ഓർക്കസ്ട്രയിലെ മറ്റംഗങ്ങളും എഴുന്നേറ്റു. ടോട്ടോച്ചാൻ ആകെ ചിന്താക്കുഴപ്പത്തിലായി. അവരെന്തിനാ കൈ പിടിച്ചു കുലുക്കണേ? അവൾ പിറുപിറുത്തു. അതേ, നന്നായി വായിച്ചതിന് കണ്ടക്ടർ ഓർക്കസ്ട്രക്കാരോട് നന്ദി പറയുക. എല്ലാവരോടുമുള്ള നന്ദി ഒരാളുടെ കൈപിടിച്ച് കുലുക്കി അറിയിക്കും, അത്രയേ ഉള്ളൂ. അമ്മ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അച്ഛൻ്റെ റിഹേഴ്സൽ ഹാളിലേക്ക് പോകാൻ ടോട്ടോച്ചാന് എന്നും ഉത്സാഹമായിരുന്നു. അവിടം സ്കൂൾ പോലെയല്ല. സ്കൂളിലാകെ കുട്ടികളാണെങ്കിൽ ഇവിടെയെല്ലാം മുതിർന്നവരാണ്, വാദ്യോപകരണങ്ങൾ കൊണ്ട് മനോഹരമായി പാടുന്നവർ. ഏറ്റവും രസം കണ്ടക്ടർ റൊസാൻ സ്റ്റോക്കിൻ്റെ നാവിൽ നിന്ന് വീണുന്ന മുറിഞ്ഞ ജാപ്പനീസാണ്. ജോസഫ് റോസൻ സ്റ്റോക്കിനെ കുറിച്ച് അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ പ്രശസ്തനായൊരു മ്യൂസിക് കണ്ടക്ടറായിരുന്നു അദ്ദേഹം. പക്ഷേ ഹിറ്റ്ലർ എന്നൊരാൾ അവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത്രേ. അയാളുടെ ദ്രോഹപ്രവർത്തികൾ കാരണം പാവം റോസൻ സ്റ്റോക്കിന് നാടുവിടേണ്ടി വന്നു. അലിഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ തൻ്റെ സംഗീത നൈപുണ്യവുമായി അദ്ദേഹം ജപ്പാനിലെത്തി. അച്ഛന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ഹിറ്റ്ലർ ജൂതന്മാരെ ആകമാനം പീഡിപ്പിക്കാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. പക്ഷേ ലോക സാഹചര്യമൊക്കെ കൊച്ചു ടോട്ടോ എങ്ങനെ അറിയാനാണ്? അന്ന് അതൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ റോസൻ സ്റ്റോക്ക് ഒരിക്കലും ജപ്പാനിലെത്തില്ലായിരുന്നു. സംഗീതകാരൻ കോസ്കാക് യമാദ സ്ഥാപിച്ച ഓർക്കസ്ട്ര ഇത്രയേറെ പെട്ടെന്ന് പുരോഗമിക്കില്ലായിരുന്നു. ഓർക്കസ്ട്രയുടെ ഉയർച്ചയ്ക്ക് കാരണം ലോക നിലവാരമുള്ള റോസൻ സ്റ്റോക്കിൻ്റെ കഠിന പ്രയത്നമാണ്. ഈ സംഘം യൂറോപ്പിലെ ഒന്നാംകിട സംഘങ്ങളുടെ നിലവാരം പുലർത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അതുകൊണ്ടായിരിക്കണം ഓരോ റിഹേഴ്സലിൻ്റെയും അന്ത്യത്തിൽ റോസൻ സ്റ്റോക്ക് തൃപ്തി വരാതെ അലറും. ഹോ, ഞാൻ ഇങ്ങനെ തലയെറിഞ്ഞ് ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊരു കുലുക്കവുമില്ലല്ലോ. കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് സർ. സൊലോ വായിക്കുന്ന ഹിദിയോ സെയ്തോ എല്ലാവരെയും പ്രതിനിധീകരിച്ച് പറയും. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളുടെ സങ്കേതങ്ങൾ ഇനിയും അത്ര മെച്ചപ്പെട്ടിട്ടില്ല. അല്ലാതെ മനഃപൂർവ്വം തെറ്റുവരുത്തുന്നതല്ല. ഹിദിയോ സെയ്തോ നന്നായി ജർമ്മൻ സംസാരിക്കും. റോസൻ സ്റ്റോക്ക് വിശ്രമിക്കുകയാണെങ്കിൽ കണ്ടക്ട് ചെയ്യുക അദ്ദേഹമാണ്. ഈ കൂട്ടക്കുഴപ്പത്തിനിടയിൽ ജനാലയ്ക്കൽ നിൽക്കുന്ന ടോട്ടോച്ചാനെ ആരും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോഴാകട്ടെ റോസൻ സ്റ്റോക്കിൻ്റെ മുഖം ചുവന്നു തുടുക്കും, ചുണ്ടുകൾ വിറങ്ങലിക്കും, തലയിൽ നിന്ന് നീരാവി പുകഞ്ഞു പൊങ്ങുന്നത് പോലെ തോന്നും. അപ്പോൾ അദ്ദേഹം ജർമ്മനിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കാം. ഇത്തരം അവസരങ്ങളിലാണ് അവൾ ആ പ്രിയപ്പെട്ട ജനൽപ്പാളിക്കരികിൽ നിന്ന് പിൻവലിയുക. റോക്കിയോടൊപ്പം ശ്വാസമടക്കി അവൾ തറയിൽ പമ്മിയിരിക്കും. പിന്നെ വീണ്ടും ഉയരുന്ന സംഗീത വീചികൾക്കായി ചെവി വട്ടം പിടിച്ച് കാത്തിരിപ്പായി. പക്ഷേ മറ്റെല്ലായ്പ്പോഴും റോസൻ സ്റ്റോക്ക് രസികനും നല്ലവനുമാണ്. അദ്ദേഹം ജാപ്പനീസ് സംസാരിക്കുന്നത് കേൾക്കാനാണ് ബഹുരസം. അച്ഛൻ്റെ വായനയിൽ തൃപ്തി വന്നാൽ വിചിത്രമായ ഉച്ചാരണത്തോടെ അദ്ദേഹം തലകുലുക്കും. നന്നായി കുറയോന ഗസാൻ, അല്ലെങ്കിൽ പറയും ഗംഭീരം ഗംഭീരം. ടോട്ടോച്ചാൻ പരിശീലന മുറിക്കുള്ളിൽ ഒരിക്കൽ പോലും കയറിയിട്ടില്ല. ജനലിലൂടെ എത്തി വലിഞ്ഞു നോക്കാനും ചെവി വട്ടം പിടിച്ച് പാട്ട് കേൾക്കാനുമാണ് അവൾക്കിഷ്ടം. ഇടയ്ക്കൊന്ന് നിർത്തി സിഗരറ്റ് പുകയ്ക്കാനായി പാട്ടുകാർ പുറത്തു വരുമ്പോഴാണ് ജനാലയ്ക്കരികിൽ നിന്ന് ടോട്ടോച്ചാനെ അച്ഛൻ കാണാറ്. ആഹാ, എൻ്റെ ടോട്സ്കി എത്തിയല്ലോ, അദ്ദേഹം പറയും. അവളെ കാണുകയാണെങ്കിൽ റോസൻ സ്റ്റോക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുക്കിലേക്ക് വരും. ഗുഡ് മോർണിംഗ്, അദ്ദേഹം തൻ്റെ മുറി ജാപ്പനീസ് പ്രയോഗിക്കും. അവൾ വലിയ കുട്ടിയാണെങ്കിലും ഒരു കൈക്കുഞ്ഞിനെ എന്ന പോലെ കോരിയെടുത്ത് കവിളിൽ ഉമ്മ വയ്ക്കും.
അപ്പോൾ നേരിയ അമ്പരപ്പ് തോന്നാറുണ്ടെങ്കിലും അവൾ റോസൻസ്റ്റോക്കിനെ ഇഷ്ടപ്പെട്ടു. ആകർഷകമായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം. നേർത്ത വെള്ളിക്കാലുകളുള്ള കണ്ണട, വലിയ മൂക്ക്, അത്ര ഉയരമില്ലാത്ത ശരീരം. ഒരു കലാകാരൻ്റേതായ ലക്ഷണങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ടോട്ടോചാൻ അച്ഛൻ്റെ പരിശീലന മുറിയെ സ്നേഹിച്ചു. പുറമെ പൊട്ടിപ്പൊളിഞ്ഞതെങ്കിലും പാശ്ചാത്യ രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട അച്ഛൻ്റെയും കൂട്ടുകാരുടെയും പരിശീലന മുറി.